നമസ്കാരം. ഷെക്കിന ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നൈറ്റ്സ് ടെംപ്ലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. മതം ഒരു അനിവാര്യ ഘടകമാണോ? ഇന്നത്തെ യുവതലമുറയുടെ ഇടയിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങളും വിശദീകരണങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നുമുണ്ട്. മതത്തിനാണോ അതോ ദൈവവിശ്വാസത്തിനാണോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകാൻ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് കൂടിയായ എം ജെറാൾഡ് ആണ്. ഇന്നത്തെ യുവതലമുറയുടെ ഇടയിൽ നമ്മൾ വളരെ നന്നായിട്ട് കാണുന്ന ഒരു രീതിയാണ് ഞാൻ വിശ്വാസിയല്ല, ഞാൻ ഒരു മതത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല എന്ന് പറയുന്നതിൽ യുവതലമുറ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ ഇന്ന് കണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇപ്പൊ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, മനുഷ്യ ജീവിതത്തിൽ മതവിശ്വാസം ഒരു അവശ്യ ഘടകമാണോ? ആദ്യമേ തന്നെ ഷെക്കീനയ്ക്കും ഷെക്കീനയുടെ പ്രേക്ഷകർക്കുമെല്ലാം കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുകയാണ്. എന്റെ പരിമിതി ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ നമുക്കറിയാം, തീർച്ചയായും മാനുഷികമായ പരിമിതികളും പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. കാരണം യുവതലമുറ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവർ പകരമൊന്നും മുമ്പോട്ട് വെക്കാതെയാണ് ഈ ചോദ്യങ്ങൾ വെക്കുന്നത് എന്നുള്ളത്. അപ്പം മതം ഒരു അനിവാര്യതയാണോ എന്നുള്ള ചോദ്യം പുതിയ തലമുറ ഉയർത്തുമ്പോൾ തിരിച്ച് കാര്യങ്ങളെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ കാര്യകാരണ സഹിതം അപഗ്രഥിച്ച് മുമ്പോട്ട് പോകുന്നവരാണല്ലോ പുതിയ തലമുറ. അതുകൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമുക്ക് പറയാൻ പറ്റും, മനുഷ്യന്റെ ഏത് രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും ഒരു മാനവിക തലം നൽകണമെങ്കിൽ യഥാർത്ഥ മതം, മതം എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥ മതം, ദൈവം വെളിപ്പെടുത്തിയ മതം, മനുഷ്യനിർമ്മിത മതങ്ങളല്ല, യഥാർത്ഥ മതം അനിവാര്യത തന്നെയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് ചൈനയിലേക്ക് പോയാൽ 26 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവിവാഹിതരായി ജീവിച്ചാൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം ചൈനയിലോ സൗദിയിലോ ഇറാനിലോ നമുക്ക് തെരുവിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ജനക്ഷേമപരമല്ലാത്ത നടപടികൾ ഒരു സർക്കാർ എടുത്താൽ അതിനെ വിമർശിച്ചുകൊണ്ട് ഒരു തെരുവ് നാടകമോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ നമുക്ക് ഇടാൻ പറ്റുകയില്ല. ചൈനയുടെ ഭാരതത്തിന്റെ അതിർത്തി മാറുന്ന സ്വഭാവത്തെ വിമർശിച്ചുകൊണ്ട് ചൈനയിൽ നിന്നുകൊണ്ട് ഒരു ചൈനക്കാരന് ഒരു പോസ്റ്റ് ഇടാൻ പറ്റുകയില്ല. അപ്പൊ യഥാർത്ഥമായ ഒരു രാഷ്ട്രം, മാനവികതയിലും മതേതൃത്വത്തിലും മനുഷ്യത്വത്തിലും ഊന്നി നിൽക്കുന്ന ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കണമെങ്കിൽ നമുക്ക് യഥാർത്ഥമായ ഒരു അടിത്തറ ആവശ്യമുണ്ട്. യഥാർത്ഥ അടിത്തറ മനുഷ്യൻ പഠിപ്പിച്ചാൽ ശരിയാവുകയില്ല, അത് ദൈവം വെളിപ്പെടുത്തി തന്നതായിരിക്കണം. അതുകൊണ്ട് തന്നെ മതം ഒരു അനിവാര്യതയാണ്. നമുക്കറിയാം, യൂറോപ്പിലേക്കാണ് ഇന്ന് ഒട്ടുമിക്ക യുവജനങ്ങളും കുടിയേറാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ കാരണം അവിടെ അവർ കാണുന്ന മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും തലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ചൈനയിലോ അറബി നാടുകളിലോ ഇറാനിലോ പാകിസ്ഥാനിലോ ഒന്നും കാണാത്ത ചില പ്രത്യേകതകൾ യൂറോപ്പിലുണ്ടെങ്കിൽ ക്രിസ്തീയ ദർശനം യൂറോപ്പിലേക്ക് വരുന്നതിന് മുൻപും ക്രിസ്തീയ ദർശനത്തെ യൂറോപ്പ് ശരിക്കും മനസ്സിലാക്കുന്നതിന് മുൻപുമുള്ള യൂറോപ്പിന്റെ പശ്ചാത്തലം എടുത്താലും ക്രിസ്തീയത ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷമുള്ള യൂറോപ്പിന്റെ രാഷ്ട്രത്തിന്റെ സ്വഭാവം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇന്നത്തെ യൂറോപ്പിനെ എല്ലാവരും അഫ്ഗാനിസ്ഥാനിലും സിറിയയിൽ നിന്നുമുള്ളവരൊക്കെ പ്രണയിക്കുന്ന യൂറോപ്പിനെ കെട്ടിപ്പടുക്കുന്നതിൽ ക്രിസ്തീയ ദർശനം, ക്രിസ്തു മതം സ്ഥാപിച്ചില്ല എന്നുള്ളത് ഞാനും അംഗീകരിക്കുന്നു. പക്ഷെ സഭ സ്ഥാപിച്ചിട്ടുണ്ട്. ക്രിസ്തുവിന്റെ മലയിലെ പ്രസംഗത്തിലെ നിന്നുകൊണ്ടും അന്ത്യവിധിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, ഞാൻ വിശക്കുന്നവനായി നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എന്ന് പറയുന്ന അന്ത്യവിധിയെ കുറിച്ചുള്ള പ്രബോധനത്തിലും നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യണമെന്നുള്ള ക്രിസ്തുവിന്റെ കൽപ്പനയിലും അധിഷ്ഠിതമായൊക്കെ നിൽക്കുന്ന ഏറ്റവും മനോഹരമായ രാഷ്ട്രം കെട്ടിപ്പടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. കുറവുകളും പരിമിതികളും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ക്രിസ്തീയ ദർശനത്തിൽ അടിയുറച്ചു നിൽക്കുന്ന രാഷ്ട്രങ്ങൾ മാത്രമേ ശരിയായ ഈ പുതിയ തലമുറ ഇഷ്ടപ്പെടുന്ന രീതിയിൽ വളർന്നു വന്നിട്ടുള്ളൂ. നമുക്കറിയാം, നന്മയും തിന്മയും നിന്റെ മുമ്പിലുണ്ട്, ജീവനും മരണവും നിന്റെ മുമ്പിലുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് പറയുന്ന, മനുഷ്യനെ അവന്റെ സ്വാതന്ത്ര്യത്തിന് വിടുന്ന, എന്നാൽ നന്മ തിന്മകൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന യഥാർത്ഥ ദർശനം ക്രിസ്തു ദർശനമാണ്. ആ ദർശനത്തിൽ ഊന്നി നിൽക്കുന്ന ഒരു മതം, ഒരു രാഷ്ട്ര സങ്കല്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അവിടെയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ മതത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രം നമ്മൾക്ക് ആവശ്യമാണ്. ഒന്ന്. രണ്ടാമത്, ഭൗതിക മേഖലയിൽ മനുഷ്യന് നിയമങ്ങളും ചട്ടക്കൂടുകളും ആവശ്യമുണ്ട്. അപ്പൊ ഭൗതിക തലത്തിൽ തന്നെ മനുഷ്യൻ നിയമത്തിന്റെ മുകളിലോട്ട് കയറിയിട്ടില്ല എങ്കിൽ തന്റെ ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടും കാര്യങ്ങൾ അപഗ്രഥിച്ച് തന്നെ സ്വയം നിയന്ത്രിച്ച് നല്ല രീതിയിൽ ജീവിക്കാൻ മനുഷ്യന് സാധിക്കുന്നില്ല. പോലീസും പട്ടാളവും ഒക്കെ ഇന്നും ആവശ്യമുണ്ട്. ട്രാഫിക് നിയമങ്ങളിൽ നിന്ന് ആവശ്യമുണ്ട്. നിരത്തിൽ തുപ്പരുതെന്ന് ഇന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ മാനുഷികമായ നിയമങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ യഥാർത്ഥമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുവാൻ മതം ഒരു അനിവാര്യ തന്നെയാണ്. വളരെ വ്യക്തമാണ് ബ്രദർ.
അതിനോടൊപ്പം അനുബന്ധിച്ച് ചോദിക്കുകയാണ്, ഈ പറയുന്ന ശാസ്ത്രത്തിന്റെ ഒരു അതിപ്രചാരം ഇന്ന് വളരെ നന്നായിട്ട്, പ്രത്യേകിച്ചും ആധുനിക ലോകത്തിൽ ഇന്റർനെറ്റ് സൗകര്യങ്ങളും മറ്റും ഉള്ള ഈ ഒരു കാലഘട്ടത്തില് പലതരത്തിലുള്ള ആശയങ്ങളും കാര്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശാസ്ത്രമാണ് എല്ലാത്തിനും ശരി എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തില് ആധുനിക തലമുറ ഇന്നത്തെ യുവതലമുറ പറയുകയാണ്, ഞങ്ങൾ ശാസ്ത്രത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, ശാസ്ത്രം മാത്രമാണ് അതിന്റെ പ്രകടമായ തെളിവായിട്ടുള്ളത്, അതുകൊണ്ട് ശാസ്ത്രത്തിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ചോദിക്കുകയാണ്, ദൈവവിശ്വാസവും ശാസ്ത്രവും തമ്മിൽ ഒരു വിരുദ്ധതയുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ബ്രദറിന് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ തന്നെ വിവിധ സഭകൾ, ക്രൈസ്തവ സഭകളെല്ലാം ഒരേപോലെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശാസ്ത്രവും മതവും തമ്മിൽ വേർതിരിക്കരുത്. ഒന്ന്, ഇവിടെ ശാസ്ത്രം എന്ന് പറയുന്നത് കൊണ്ട് നമുക്കറിയാം യുക്തിവാദം അഥവാ നിരീശ്വരവാദമാണ് ശാസ്ത്രം എന്ന രീതിയിലേക്ക് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മുഖ്യധാരാ മാധ്യമങ്ങളിലും ലോകത്തിൽ മുഴുവൻ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശാസ്ത്രം സമം യുക്തിവാദം അഥവാ നിരീശ്വരവാദം എന്നൊരു തലം എത്തിയിട്ടുണ്ട്. അപ്പൊ ശാസ്ത്രത്തെ മതവുമായി വേർപെടുത്തിയാൽ നമുക്കറിയാം വലിയ അപകടകരമായ അവസ്ഥയ്ക്ക് പോകും, ഏകാധിപത്യത്തിലേക്ക് പോകും. ഒരുവിധം സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ദുർവിനിയോഗം ഉണ്ടാകും. അപ്പൊ ശാസ്ത്രത്തിന്റെ നേട്ടത്തെ മതവും രണ്ടും കൂടെ കൂട്ടി കൊണ്ടുപോകുന്നില്ലെങ്കിൽ, മതം നിയന്ത്രിക്കുന്നില്ല എങ്കിൽ നമുക്കറിയാം ധാർമ്മിക വശങ്ങൾ മതം നിഷ്കർഷിക്കണം. അപ്പം ഒരാൾക്ക് വിശന്നാൽ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമെന്ന് ശാസ്ത്രം പറയും, അല്ലെങ്കിൽ യുക്തിവാദികൾ പറയും. രണ്ടാൾക്ക് വിശന്നാൽ ചിലപ്പോൾ കൊടുക്കും, മൂന്നാമത്തെ ആൾക്ക് കൊടുത്താൽ യുക്തിവാദി, നിരീശ്വരവാദി അല്ലെങ്കിൽ ഈ ശാസ്ത്രീയമായി ചിന്തിക്കാർ മാത്രം ചിന്തിച്ചാൽ എന്ത് പറ്റും? 3 പേർക്ക് തിന്നാൻ കൊടുത്താൽ എന്റെ സമ്പത്തിനെ ബാധിക്കില്ലേ? നാലാമത്തെ ആളെ. അപ്പൊ സ്വാഭാവികമായും മനുഷ്യന്റെ ധാർമ്മികതയെ നിയന്ത്രിക്കുവാൻ ആത്മീയത ആവശ്യമാണ്, മതങ്ങൾ ആവശ്യമാണ്, ദൈവവിശ്വാസം ആവശ്യമാണ്. ദൈവവിശ്വാസവും ശാസ്ത്രവും കൊണ്ട് ഒരുമിച്ച് പോകേണ്ടതാണ്. ഇവിടെ പലപ്പോഴും യുക്തിവാദികളും നിരീശ്വരവാദികളും പഠിപ്പിക്കുന്നത് മനുഷ്യൻ ഒരു ചിന്തിക്കുന്ന ജീവിയാണ് എന്നാണ്. ശരിക്കും നമുക്കറിയാം, ദൈവം വെളിപ്പെടുത്തിയ വെളിപാടുകൾ അനുസരിച്ച് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യവും സൃഷ്ടിക്കപ്പെട്ടവനാണ്. അവന്റെ അനന്ത സാധ്യതകളിൽ ഒന്നാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം അതിൽ തന്നെ മനുഷ്യന് വേർവിട്ട് നിൽക്കുന്നതല്ല. എന്റെ കണ്ടുപിടുത്തങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുന്നവയാണ്, എന്റെ സവിശേഷതകൾ. അപ്പം ചിലർക്ക് ശാസ്ത്രീയമായ നേട്ടങ്ങളിലായിരിക്കും, ചിലർക്ക് കായികപരമായിരിക്കാം, സാംസ്കാരികമോ അല്ലെങ്കിൽ ആത്മീയമായ നേട്ടങ്ങളായിരിക്കും. ഇതൊന്നും ഒരു മനുഷ്യന് വേർവിട്ട് നിൽക്കുന്നവയല്ല. അപ്പം മതവും സയൻസും തമ്മിൽ വേർപെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അത് തീർച്ചയായിട്ടും സമ്പത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളുടെയും അതിന്റെ ഗുണഭോക്താക്കളായി ഒരു പറ്റം അധികാര സമ്പന്ന വർഗം തീരും. അപ്പം ദൈവവിശ്വാസവും ശാസ്ത്രവും ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ല എങ്കിൽ തീർച്ചയായും ഒരു അപകടകരമായ അവസ്ഥയുണ്ടാകും. അപ്പൊ അതിന്റെ ദൈവവിശ്വാസത്തെയും ശാസ്ത്രത്തെയും നമ്മൾ വേർതിരിക്കുന്നതനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ലോകത്തിൽ സമ്പന്നരുടെ എണ്ണം വർദ്ധിച്ചു വരികയെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ ബാലൻസ് ചെയ്യണം, ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകണം. അതുകൊണ്ട് സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ആത്യന്തികമായും ഒരു ശാസ്ത്രീയ ജീവിയോ ഒരു സാങ്കേതിക ജീവിയോ ശാരീരിക ജീവിയോ മാത്രമല്ല, ഒരു ചിന്തിക്കുന്ന ജീവി മാത്രമല്ല. അവന് ശാരീരിക തലം മാത്രമല്ല ഉള്ളത്, അവന് ആത്മീയ തലമുണ്ട്, മാനസിക തലമുണ്ട്. ഇതെല്ലാം മൂന്നും ഒരുമിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അത് ബാലൻസ്ഡ് ആവുകയുള്ളൂ. അപ്പൊ ശാസ്ത്രത്തെ വേർതിരിച്ച് നിർത്തുന്നതിന്റെ പിന്നിലെ കാരണം മതം എന്ന് പറയുന്നത് ദൈവമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള യുക്തിവാദികളുടെ നിരീശ്വരവാദികളുടെ തന്ത്രം മാത്രമാണ്. കാരണം ശാസ്ത്രവും ദൈവവിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകുന്നിടത്ത് മാത്രമേ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയ സമൂഹത്തെ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഗ്രന്ഥത്തിലേക്ക് പോയാൽ വൈദ്യനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട് എന്നുള്ള വൈദ്യനും രോഗശാന്തിയും എന്ന് പറഞ്ഞ ഒരു സബ് ഹെഡിങ്ങിൽ നമുക്ക് തിരുവചനത്തിൽ കാണുന്നുണ്ട്. നമുക്കറിയാം, രക്തസ്രാവക്കാരി സ്ത്രീ വൈദ്യന്മാരെ കണ്ട് ചികിത്സത്തിന് ശേഷമാണ് കർത്താവിനെ തേടുന്നത്. നല്ല സമരിയാക്കാരന്റെ ഉപമയിൽ കർത്താവ് അവന്റെ മേൽ പ്രാർത്ഥിച്ചു, സമരിയാക്കാരൻ അവന്റെ മേൽ പ്രാർത്ഥിച്ചു എന്നല്ല പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശാസ്ത്ര സാങ്കേതിക ചികിത്സാ മേഖല ഉപയോഗിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ബൈബിള് പരമായിട്ടും ധാർമ്മികമായി ചിന്തിക്കുമ്പോഴും ദൈവവിശ്വാസവും ശാസ്ത്രവും എതിരല്ല, ഒന്നാണ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ശാസ്ത്ര മേഖലയിൽ സംഭാവന നൽകിയിരിക്കുന്നവരിൽ നല്ലൊരു പക്ഷവും ദൈവവിശ്വാസികൾ തന്നെയാണ്. അതിൽ നമുക്ക് വേർതിരിച്ചു പറഞ്ഞാൽ ക്രിസ്തു വിശ്വാസികളും യഹൂദരും ഏറ്റവും മുൻപന്തിയിലാണ്. അതുകൊണ്ട് ഇത് തമ്മിൽ വേർതിരിക്കുന്നതിനകത്ത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് മാത്രമല്ല, വേർതിരിച്ചാൽ നമ്മുടെ യാക്കോസ്ലീഹായുടെ വാക്കുകളിൽ പറഞ്ഞാൽ ആത്മാവില്ലാത്ത ശരീരം വ്രതമായിരിക്കുന്ന പറഞ്ഞതുപോലെ ധാർമ്മികത ചേർത്ത് വെക്കുന്നത്, ആത്യന്തികമായ ധാർമ്മികത, മാനവികത, മനുഷ്യത്വം ഇവയെല്ലാം ശാസ്ത്രത്തിലേക്ക് ചേർത്ത് വെക്കണമെങ്കിൽ ദൈവവിശ്വാസവും ശാസ്ത്രവും ഒരുമിച്ച് പോകണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ശാസ്ത്രവും ദൈവവിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം തന്നെയാണ് ബ്രദറിന് നൽകാൻ സാധിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, അവിടെ നമുക്ക് ഈ ശാസ്ത്രത്തെ മതവുമായി കൂട്ടിക്കലർത്തി നോക്കിക്കേ, നമുക്ക് കാണാൻ സാധിക്കും സ്കൂളുകള്, കോളേജുകള്, ഹോസ്പിറ്റലുകള്, കാരുണ്യ സദനങ്ങള്, ഡിഫറൻറ്റ് ലേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ളത്, ഇതൊക്കെ എവിടെ കേട്ടി വരുന്നത്? ശാസ്ത്രത്തിന്റെ മേന്മയെ മതം ഏറ്റെടുത്ത് കൊണ്ടുവരികയാണ്, ഭരിക്കുകയാണ്. അപ്പൊ ആ ഒരു നിയന്ത്രണം എന്ന വാക്ക് അതിൽ തന്നെ വാക്യാർത്ഥത്തിൽ എടുക്കണ്ട, ഞാൻ ജസ്റ്റ് ആശയം കൺവേ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അത് സമന്വയിച്ചു പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിൽ ശാസ്ത്രത്തെ മതവും, മതത്തെ ശാസ്ത്രവും, ദൈവവിശ്വാസവും പരസ്പരം പൂരകങ്ങളായിട്ടാണ് വർദ്ധിക്കുന്നത്, എതിരായിട്ടല്ല. ഇത് യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഒരു തന്ത്രം മാത്രമാണ് ഇതിനെ തമ്മിൽ എതിർക്കുന്നതിലും നമ്മുടെ പുതിയ തലമുറയിലേക്ക് അത്തരത്തിലുള്ള ആശയം കടത്തിവിടുന്നതിൽ അവർ വിജയിക്കുന്നുണ്ട് എന്നുള്ളത് പരിധിവരെ നമ്മൾ അംഗീകരിക്കേണ്ടതുമാണ്. വളരെ ശരിയാണ്. കാരണം അവരുടെ ചില ആശയങ്ങളാണ് ഇന്ന് യുവതലമുറയുടെ ഉള്ളിലേക്ക് യുക്തിവാദമായിട്ട് വരുന്നത്. അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നു, അതിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. ഞങ്ങള് വിശ്വാസികളല്ല, ഒരു മതവിശ്വാസത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, പൊതു നന്മയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ യുവജനങ്ങൾ പറയാൻ, അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹം പറയാൻ, വളർന്നു വരുന്ന സമൂഹം പറയാനുള്ള ഒരു കാരണം ഇവരുടെ ഈ ആശയ പ്രചരണം തന്നെയാണ്, അല്ലെ? അതെ, അതിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതെ, വളരെ വ്യക്തമാണ്. നമുക്കത് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പൊ ബ്രദർ, ഈ ഒരു അവസരത്തിൽ മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. ഈ ശാസ്ത്രത്തെ ബൈബിൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ബൈബിള് ശാസ്ത്രത്തിന് വിരുദ്ധമാണ് എന്നൊക്കെയുള്ള ഒരു പ്രചരണം വരുന്നുണ്ട്. അതിന് എന്താണ് ബ്രദറിനൊരു വിശദീകരണം നൽകാൻ സാധിക്കുക? ഓൾറെഡി ഞാൻ ആ ഒരു ചോദ്യം അത്ര ഒരു ചിന്തകളെയാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നമുക്കറിയാം, പഴയ നിയമത്തിലെ വൈദ്യനും രോഗശാന്തി എന്ന് പറയുന്ന ഭാഗം ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അവിടെ വരുന്നതും ഈ ശാസ്ത്രവും ഇതും തമ്മിൽ വൈദ്യന് വൈഭവം നൽകിയത് ദൈവമാണ് എന്ന് തിരുവചനത്തിൽ പറയുന്നു. അപ്പം ഒന്നറിയാം, മറ്റൊന്നാണ് ബൈബിള് മാത്രമേ പറയുന്നുള്ളൂ എന്ന് വെച്ചാൽ മറ്റേതില് ദൈവം വെളിപ്പെടുത്തിയതില് മനുഷ്യൻ ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ഛായ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ദൈവത്തിന്റെ ഛായ എന്ന് പറയുന്നത് ദൈവത്തിന് ആരംഭവുമില്ല അവസാനവുമില്ല, അനന്തനാണ്, അവന് പരിമിതികളില്ല. പക്ഷെ മനുഷ്യന് പരിമിതികൾ ഉണ്ടെങ്കിലും ആ പരിമിതിയിൽ ഒരു പരിമിതിയില്ലായ്മയും. അപ്പം ബൈബിളിലെ ശാസ്ത്രത്തെ എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, ദൈവം മനുഷ്യനെ തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുമുള്ള കഴിവുകളോട് കൂടി തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പം മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ ആവശ്യമായ സാങ്കേതികമായ കഴിവ് നമ്മൾ സൃഷ്ടിച്ച ദൈവമാണ്. അപ്പൊ എന്തിനാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ആത്മീയമായ കഴിവുകളെ, കുഞ്ഞുങ്ങളെ നമ്മൾ ദൈവത്തിലേക്ക് ആരോപിക്കുമെങ്കിൽ, കർത്താവ് അനുവദിച്ചത് കൊണ്ടാണ് ഞാൻ രോഗികളെ നോക്കുന്നത്, കർത്താവ് അനുവദിച്ചത് കൊണ്ടാണ് ഞാൻ കാരുണ്യ സദനങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, മദർ തെരേസ പറയുന്നു, ലക്ഷക്കണക്കിന് രൂപ തന്നാലും ഞാൻ ഈ വ്രണങ്ങൾ വെച്ച് കിട്ടില്ല, പക്ഷേ അവരിൽ ഞാൻ ക്രിസ്തുവിനെ കാണുന്നു, ക്രിസ്തുവിൽ ഞാൻ അവരെ കാണുന്നു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ശാസ്ത്രീയ സാങ്കേതിക നേട്ടങ്ങളും ദൈവത്തിലും നല്ല ഇത് വേർതിരിക്കുന്ന ഒരിക്കലും ബൈബിളിൽ അങ്ങനെ കാണുന്നില്ല, ഒരു സഭകളും അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അപ്പൊ മനുഷ്യന്റെ നന്മകൾ, പരിമിതിയില്ലാതെ നന്മ ചെയ്യാൻ മനുഷ്യന് സാധിക്കുന്നത് ദൈവവുമായി ഐക്യത്തിൽ വരുമ്പോഴാണ് എന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ സാങ്കേതിക പരിമിതിയില്ലായ്മ, പറക്കാൻ പറ്റില്ല, പക്ഷെ പറക്കാൻ ദൂരത്തെ നമ്മൾ വിമാനങ്ങളോ വാഹനങ്ങളോ ഉപയോഗിച്ച് കീഴടക്കുന്നു. ഈ കഴിവ് എവിടുന്നാണ്? ദൈവത്തിൽ നിന്നാണ്. തന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു, അനന്തമായ വിവിധങ്ങളായ സാധ്യതകളോടുകൂടി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് ബൈബിൾ അനുസരിച്ചും ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക മേന്മകളെ, നേട്ടങ്ങളെ ബൈബിള് മനുഷ്യനും ആത്മാവും ശരീരവും വേർതിരിക്കുന്നില്ല. പക്ഷെ നമുക്കറിയാം, ശാരീരിക പ്രവണതകളെ ആത്മാവിനാൽ നിഗമിക്കണമെന്ന് പറഞ്ഞതുപോലെ മനുഷ്യന്റെ ശാരീരിക സാധ്യതകളെ ശാരീരിക സാധ്യതകളെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് നമ്മൾ വിവേചിച്ചറിയണമെന്ന് മാത്രമേ ബൈബിൾ പഠിപ്പിക്കുന്നുള്ളൂ. കണ്ണിന് ഇമ്പമുള്ളതും അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതും അപകടം വരുത്തി വെക്കും. എന്നാൽ കണ്ണിന് ഇമ്പമുള്ളതും അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ അതിന്റെ മേൽ ആത്മാവിന്റെ പിടുത്തമുണ്ടാകണം എന്ന് മാത്രമേ ബൈബിളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രദർ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ശാസ്ത്രം ഒരുപാട് വളർന്നിട്ടുണ്ട്. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ മനുഷ്യ സമൂഹത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സയൻസ് വളരും തോറും, അല്ലെങ്കിൽ സയൻസിനെ അടുത്തറിയും തോറും നമ്മുടെ വിശ്വാസം കൂടുകയാണോ, അതായത് വർദ്ധിക്കുകയാണോ, അതോ കുറയുകയാണോ ഇന്ന് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നത് ഈ സയൻസ് എന്ന് പറയുന്നത് യുക്തിവാദമാണ് എന്ന് വരുത്തി തീർക്കുന്നതിൽ വന്ന ഒരു വലിയ പ്രശ്നം ഇവിടെ വരുന്നു. സയൻസ് എന്ന് പറയുന്നത് യുക്തിവാദമാണ്. ഇപ്പം ഞാൻ പറയാം, ഒരു സയന്റിസ്റ്റിനുണ്ടാകുന്ന വീഴ്ചയെ അവര് ഇന്ന് നടത്തിയൊരു കണ്ടുപിടുത്തം 2 വർഷം കഴിഞ്ഞ് വേറെ രീതിയിൽ കണ്ടുപിടിച്ചാൽ അതിനെ മുന്നേറ്റം എന്നാണ് പറയുന്നത്. എന്നാൽ മതത്തില് ഒരു പുരോഹിതന് ഉണ്ടാകുന്ന വീഴ്ചയെ ആ മതത്തിന്റെ കുറവായിട്ടോ അതുവഴി അത്
ദൈവത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടായിരിക്കാം ഇത്തരമൊരു ചോദ്യവും ഇത്തരമൊരു പ്രതിസന്ധിയും ഉണ്ടാകും. മതം സമം ദൈവം എന്ന് വരുത്തി തീർക്കുന്ന അപകടം ഇവിടെ മതത്തിലായിരിക്കുവാൻ ഒരു ദർശനം, ഒരു സഭയും കൂട്ടായ്മയും നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു മതത്തിന്റെ ഉള്ളിൽ ദൈവത്തെ ഒതുക്കാൻ പറ്റുകയില്ല. അപ്പൊ ഞാൻ പറയാം, ഇവിടെ പ്രാകൃതമായ മതങ്ങളും നിസ്സാരമായ വിഷയങ്ങൾക്ക് നമുക്കറിയാം. പർദ്ദ എന്ന് പറയുന്നൊരു വസ്ത്രത്തിന് വേണ്ടി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാപ്പ് പറയേണ്ട ഒന്നൊരവസ്ഥയൊക്കെ നമ്മൾ കാണുന്നുണ്ട് വെള്ളമുണ്ടയിൽ. അപ്പൊ ഇവിടെ മതം എന്ന് പറയുന്നത് സങ്കുചിതമായ ചില ചിന്തയിലേക്കും ചില നിയമത്തിലും അനുഷ്ഠാനങ്ങളിലേക്കും മതത്തെ ചുരുക്കുമ്പോൾ സ്വാഭാവികമായും യുക്തിവാദികൾ പ്രാകൃതമായ മനുഷ്യനിർമ്മിതമായ മതങ്ങളെ ദൈവവിശ്വാസമായി കൂട്ടിക്കലർത്തുന്ന രണ്ടും ഒന്നാണെന്ന് സ്ഥാപിക്കുന്നതിൽ യുക്തിവാദികൾക്കുണ്ടാകുന്ന, നിരീശ്വരവാദികൾക്കുണ്ടാകുന്ന വിജയമാണ്. മതം എന്ന് പറയുന്നത് ദൈവത്തെങ്കിലേക്കുള്ള ഒരു മാർഗമാണെന്നും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഭൂമിയിൽ ദൈവികത എങ്ങനെ നിറവേറ്റി ജീവിക്കണമെന്നും മനുഷ്യനെ പഠിപ്പിക്കുന്ന ഒരു മാർഗമാണ് എന്നും ഒരു ദർശനമാണ്, ഒരു വഴിയാണ് എന്നും മനുഷ്യൻ ബലഹീനനാകയാൽ മനുഷ്യന് കൂട്ടായ്മ ആവശ്യമുണ്ടെന്നും ആ കൂട്ടായ്മയായി കാണപ്പെടുമ്പോൾ അതിനെയാണ് സ്വാഭാവികം നമ്മുടെ മതം എന്ന് വിളിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ കുറവുകളെ അഥവാ മത നേതാക്കളുടെ കുറവുകളെ മതത്തിന്റെ കുറവുകളായിട്ടും മതത്തിന്റെ കുറവുകളെ ദൈവത്തിന്റെ കുറവായിട്ടും വരുത്തി തീർക്കുകയാണ്. എന്നാൽ ഒരു യുക്തിവാദിയുടെ കുറവ് യുക്തിവാദത്തിന്റെ കുറവായിട്ട് അവർ പറയുകയാണ്. അത് ആ വ്യക്തിയുടെ കുറവാണ്. ഒരു നിരീശ്വരവാദിയുടെ കുറവിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയും അത് ആ വ്യക്തിയുടെ വീഴ്ചയാണ്. നാം മതത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടായിരിക്കാം ഈ മതത്തോടൊരു വിരക്തിയും ശാസ്ത്രത്തോട് അടുപ്പവും തോന്നുന്നു. ശാസ്ത്രത്തിന്റെ വീഴ്ചയെ മുന്നേറ്റമെന്നും മതത്തിന്റെ വീഴ്ചയെ അഥവാ യഥാർത്ഥ മതത്തിന്റെ വീഴ്ചയെ പോലും ദൈവത്തിന്റെ വീഴ്ചയായും അവതരിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കാം ഇത്തരം ഒരു ചിന്തയുടെയും അപകടത്തിന്റെയും കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ മെനഞ്ഞെടുക്കുന്ന ചില ആശയങ്ങളാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക്, ഇത്രയും ഒരു സങ്കീർണമായ ഒരു പ്രശ്നത്തിലേക്ക്, അതായത് ദൈവവിശ്വാസവും ശാസ്ത്രവും തമ്മിൽ വിരുദ്ധമാണ് എന്ന ഒരു പ്രസ്താവനയിലേക്ക് എത്തിച്ചത്. ബ്രദറിന്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ്. ബ്രദർ, ഈ ഇന്നത്തെ യുവതലമുറ ദൈവവിശ്വാസം ഉപേക്ഷിക്കാൻ വളരെ വലിയൊരു പങ്ക് ശാസ്ത്രത്തിനുണ്ടോ? ശാസ്ത്രത്തിനും അതോടൊപ്പം തന്നെ നമുക്ക് യുവതലമുറ വിശ്വാസം ഉപേക്ഷിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഒന്ന് ശാസ്ത്രത്തിന്റെ മുന്നേറ്റവും, രണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഇത് രണ്ടും സെയിം ഒരേ ഇതിൽ തന്നെ വരുന്ന ആവർത്തിച്ച് ഉത്തരം പറയേണ്ട വിഷയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മത നേതാക്കളുടെ വീഴ്ച ദൈവത്തിന്റെ വീഴ്ചയായി ശാസ്ത്രത്തിന്റെ വീഴ്ച എന്ന് പറയുമ്പോൾ അത് പരിണാമത്തിന്റെ വളർച്ചയുടെ ഘട്ടമായി മാത്രം അവതരിപ്പിക്കപ്പെടുന്ന ഒരു തലമാണ് നിൽക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വേർതിരിക്കുന്ന നിൽക്കുന്നു. അപ്പൊ യുക്തിവാദം ശാസ്ത്രം എന്ന് പറയുന്ന യുക്തിവാദമായിട്ടും യുക്തിവാദം എന്ന് പറയുന്നത് ശാസ്ത്രമായിട്ടും വരുത്തി. ഇവിടെ നമ്മൾ ഇത് പൊളിക്കാണ്. ഇതിനെ നമുക്ക് തകർക്കണമെങ്കിൽ മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന അനന്ത സാധ്യതകളുടെ പ്രകാശനം വെളിപ്പെടുത്തൽ മാത്രമാണ് ശാസ്ത്രം എന്ന് സ്ഥാപിക്കാൻ നമുക്ക് പറ്റണം. ഒന്ന്. രണ്ടാമത്, ഇത്ര ഒരു ചോദ്യം വരുമ്പോൾ ഭൂരിപക്ഷ സയന്റിസ്റ്റുകളും വിശ്വാസികളാണ് എന്നുള്ള കാര്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. മൂന്ന്, ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ യഥാർത്ഥ മതവിശ്വാസികളാണ് ജാതിക്കും മതത്തിനും അതീതമായി സ്കൂളുകളായി, കോളേജുകളായി, കാരുണ്യ സദനങ്ങളായിട്ട്, ലിബറൽ ഏബിലിറ്റഡായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായി ഒരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് എവിടെ നിന്നാലും യഥാർത്ഥ മതവിശ്വാസികളാണ് ഈ ശാസ്ത്രത്തിന്റെ നേട്ടത്തെ കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ഉയർത്തിക്കാട്ടാനൊക്കെ ഉണ്ടാകുന്ന വീഴ്ചകളിൽ നിന്നാണ് ഈ ശാസ്ത്രമാണ് നല്ലത് എന്ന് ഇവർ പറയുന്നത്. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ശാസ്ത്രത്തിന്റെ വീഴ്ചകളെ മുന്നേറ്റമെന്നും യുക്തിവാദിയുടെ വീഴ്ചത്തെ വ്യക്തിപരമായ വീഴ്ചയെന്നും യുക്തിവാദത്തിന്റെ വീഴ്ചയല്ല എന്നും പറയുമ്പോൾ മതത്തിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. എന്നാൽ മതത്തിലാണ്, ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ ട്രോൾ കാണുകയുണ്ടായി, കന്യാസ്ത്രീകളെ എന്തിനു കൊള്ളാം എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അത് യുക്തിവാദികള് ചോദിക്കുന്നത്, കോളാമ്പി എന്ന ചാനലിൽ എത്തിയിട്ടാണ് ചോദിക്കുന്നത് കന്യാസ്ത്രീകളെ എന്തിനു കൊള്ളാം. അതിന് മനോഹരമായിട്ട് നമ്മുടെ ക്രിസ്ത്യൻ യുവത്വം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. ഒരു മോഹൻലാലിനെ എത്തിയിട്ട് എഡിറ്റ് വെച്ചിട്ട് ഫേസ് വെച്ചിട്ട് പറയുകയാണ്, അവർ അനേകർക്ക് ആശ്വാസമായി മാറുന്നില്ലേ, നിങ്ങൾ ഒരു പൂച്ചക്കുട്ടിക്കെങ്കിലും ഉപകാരം ചെയ്യുന്നുണ്ടെന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അപ്പൊ ഇത് തമ്മിൽ വേർതിരിക്കുന്നതിന് പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയും മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, യഥാർത്ഥ ദൈവവിശ്വാസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൈശാചികതയാണ്. കാരണം ദൈവത്തെ പൂർണ്ണമായി നിഷേധിച്ചാൽ മതവിശ്വാസികൾ സ്വീകരിക്കുകയില്ല, ദൈവവിശ്വാസികൾ സ്വീകരിക്കുകയില്ല. കാരണം മതമില്ല എന്ന് പറയുന്ന എല്ലാവരും തന്നെ ദൈവവിശ്വാസികളാണെന്ന് പറയുന്നു. അപ്പം വിശ്വാസികളെ ദൈവത്തിൽ നിന്ന് അകറ്റണമെങ്കിൽ മതം സമം ദൈവം എന്ന് വരുത്തി തീർക്കണം. അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്, ഒരു പൈശാചിക അജണ്ടയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ പ്രാകൃത മതവും യഥാർത്ഥ മതവും തമ്മിൽ ഒന്നാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു തലമാണ്. പ്രാകൃത മതം ദൈവം വെളിപ്പെടുത്തിയ മതത്തെ ദൈവിക മതമെന്നും വേർതിരിച്ച് കാണിക്കാൻ നമുക്ക് പറ്റണം. അവിടെയാണല്ലോ അപ്പസ്തോല പ്രവർത്തികളിലൊക്കെ നമുക്ക് വ്യക്തമായും
ആദിമ ക്രൈസ്തവ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥമായി ദൈവിക ദർശനം എന്താണെന്ന് ധൈര്യസമേതം വെളിപ്പെടുത്തിയതിന്റെ പേരിലാണ്. എങ്ങനെയാണ് ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുന്നത് നമുക്ക് അപ്പസ്തല പ്രവൃത്തിയിൽ കാണാൻ പറ്റും. അപ്പൊ ശാസ്ത്രത്തിന്റെ നേട്ടവും കൂട്ടായ്മയുടെ നേട്ടവും ഒക്കെ വിശ്വാസികളിലേക്ക് എത്തിക്കുന്നതിൽ ആദിമ ക്രൈസ്തവ സമൂഹം വിജയിച്ചു എന്ന് പറയാം. പക്ഷെ ഇന്ന് വന്നു കഴിയുമ്പോൾ ഇതിനെ തമ്മിൽ വേർതിരിക്കുകയാണ്. ഈ വേർതിരിവിനെ നമ്മൾ അതിജീവിക്കുന്നില്ല എങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ കൂടുതൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. യുക്തിവാദത്തിലേക്ക് പുതിയ തലമുറ കൂടുതൽ പോകാം. നമുക്കിതിനെ എക്സ്പോസ് ചെയ്യാൻ പറ്റണം. ഈ ഒരു ഹിഡൻ അജണ്ടയെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഈ മതത്തെയും ദൈവത്തെയും നമ്മൾ വേർതിരിക്കുന്നതിന്റെ അപകടവും ഒപ്പം യഥാർത്ഥ മതവിശ്വാസികളാണ് യഥാർത്ഥ ശാസ്ത്ര നേട്ടം കൊയ്യുന്നതെന്നും അത് മനുഷ്യർക്ക് ഉപകാരപ്രദമാക്കി കൊണ്ടുവരുന്നതെന്നും ഒക്കെ സ്ഥാപിക്കുവാൻ, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പൊ പുതിയ രീതിയിലുള്ള ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുള്ളതായ സുവിശേഷ പ്രഘോഷണങ്ങൾ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഒരു അപ്പോളജിസ്റ്റിക് യുഗത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. കാര്യകാരണ സഹിതം കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ കാര്യകാരണ സഹിതം അവരോട് മറുപടി പറയാൻ പറ്റണം. കാരണം ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ടാണ് യുവതി-യുവാക്കൾ മതത്തിൽ നിന്ന് അകലുവാനും ശാസ്ത്രത്തിലേക്ക് അടുക്കുവാനും കാരണം വരുന്നത്. കാരണം ശാസ്ത്രം അവിടെ അവരുടെ മേൽ ഒരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തില്ല. ശാരീരിക തലം മാത്രമേ മനുഷ്യനുള്ളൂ എന്ന് വിശ്വസിപ്പിക്കുന്നതിൽ ശാസ്ത്രം വിജയിക്കുന്നുണ്ടെന്നുള്ളതാണ്. വളരെ വ്യക്തമാണ് ബ്രദർ. അതായത് എനിക്ക് തോന്നുന്നു പരിമിതപ്പെട്ട ഒരു അറിവായിരിക്കാം ഇന്നത്തെ യുവതലമുറയെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാകുന്നത്. അതായത് ശാസ്ത്രത്തിലെ ചില പോർഷൻസ് മാത്രം എടുത്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് ഇതിലുണ്ടായ വീഴ്ചയാണ് ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മതത്തിന്റെ കാര്യത്തിലാണെങ്കിലും മതവിഭാഗങ്ങൾക്കുണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് ഒരു പരിമിതപ്പെട്ട ഒരു അറിവിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് വഴിയായിരിക്കാം ഇങ്ങനെ അവര് സക്സസ് ആവുന്നത്. യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ സക്സസ് ആവുന്നത് അല്ലെ? അപ്പം ഇതിന് ഒരു പരിഹാരം എന്ന രീതിയിൽ, നമ്മുടെ ഒരു അപ്പോളജിസ്റ്റിക് രീതിയിൽ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രശ്നത്തെ നമുക്ക് സമീപിക്കാൻ സാധിക്കുക? പരിഹാരം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വളരെ എളുപ്പമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന അപ്പസ്തല പ്രവൃത്തികളിലേക്ക് നോക്കിയാൽ അവരുടെ ഇടയിൽ എന്തിനു വേണ്ടിയാണ് മതം എന്ന് ആദ്യം നമ്മൾ പറയാൻ പറ്റും. മതം എന്തിനു വേണ്ടിയാണ് നമ്മൾ പുതിയ തലമുറയോട് പറയുന്നു. ഒന്ന്. രണ്ടാമത് നമുക്ക് കാണാം, അപ്പസ്തലന്മാർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ കൃപ ലഭിച്ചത് മൺപാത്രങ്ങളിലാണ്. അത് മതത്തിനോ മത നേതാക്കൾക്ക് ഇമ്മ്യൂണിറ്റിയോ പ്രത്യേക സവിശേഷതകളൊന്നുമില്ല. നമുക്കറിയാം, ചില പിതാക്കന്മാർ പ്രസംഗിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ട്, പട്ടം കിട്ടുമ്പോൾ ഇതുപോലെ സവിശേഷതകൾ കിട്ടുമെന്നൊക്കെ ഞാൻ കരുതി എന്ന് പറയുന്ന ഒരു പിതാവിന്റെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേക സവിശേഷതകൾ മാനുഷികമായ ഒരു തലങ്ങളും ഇല്ലാതാകുന്നില്ല. മറിച്ച് നമ്മുടെ ശാരീരിക പ്രവണതയിൽ എന്റെ ശരീരത്തിൽ ഞാൻ നിയമം കാണുന്നു, അതിന്റെ ആത്മാവിനെതിരായി പോരാടുന്നു, എന്റെ ആത്മാവിന്റെ നിയമം ശരീരത്തിനെതിരായി പോരാടുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ പച്ചയായിട്ട് റോമാക്കാർക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ യാഥാർത്ഥ്യം നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളോട് പറയണം. നമ്മൾ മതത്തിലായിരിക്കുന്നത് വഴിയോ അല്ലെ ദൈവവിശ്വാസം വഴിയോ ഒരു അയാഥാർത്ഥ്യമായ ലോകവും സൃഷ്ടിക്കപ്പെടുന്നില്ല. മനുഷ്യൻ നമ്മൾ സ്വാഭാവിക മനുഷ്യനായി തന്നെ തുടരും. പക്ഷെ അവിടെ ദൈവത്തിന്റെ കൃപയാണ് വന്നു ചേരുന്നത്. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മൺപാത്രങ്ങളിലാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ പ്രത്യേകമായ സവിശേഷതകളൊന്നും നമ്മുടെ മതത്തിന്റെ നേതാക്കൾ അവകാശപ്പെടാതെ സാധാരണ ജനങ്ങളുമായി ഞങ്ങൾ വെറും ശുശ്രൂഷകർ മാത്രമാണ് എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരു താതാത്മ്യപ്പെടലും ഒരു എളിമപ്പെടലും ഈ കാലഘട്ടത്തിൽ ആവശ്യമായി വരികയാണ്. കാരണം ഇന്ന് മത നേതാക്കള് സുവിശേഷകര് ഒക്കെ പുറത്തു പോകുന്നു, പുറത്തിറങ്ങുന്ന ഒരു ചായക്കടയിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ കയറുന്നത് പോലും അവരുടെ ഓരോ നീക്കങ്ങളും ക്യാമറകളിൽ ഒപ്പിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ ജാഗ്രതയോടെ നമ്മൾ ജീവിക്കണം. അതോടൊപ്പം തന്നെ എളിമയുടെ തലത്തില് ഞാൻ ദൈവവിശ്വാസ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനൊരു സാധാരണ മനുഷ്യനാണ് എന്നും ദൈവത്തിന്റെ കൃപയിലാണ് ഞാൻ നിലനിൽക്കുന്നതെന്നും നമുക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റും. ഒന്ന്. രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുക്തിവാദവും ശാസ്ത്രവും ഒന്നല്ല, രണ്ടാണ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റണം. മൂന്നാമത് നിങ്ങൾ ലോകത്തിലാണ്, ലോകത്തിന്റെ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ കൃപ നൽകിയെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ദൈവത്തിലേക്ക് ഒരു ഉയർന്ന ഒരു വിളിയാണ് നമുക്കുള്ളത് എന്നുള്ള ഒരു വെറും ശാരീരിക തലത്തിൽ മാത്രമല്ല, ഒരു ഉയർന്ന വിളിയാണ് ക്രിസ്തു സെൻട്രിക് ആയിട്ട് യേശു ക്രിസ്തുവിൽ മാത്രമേ ഇത് നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മുടെ വിളി അപ്പം ശാരീരികമായ പരിമിതികളെയും സെക്സിന്റെയോ അല്ലെങ്കിൽ സമ്പത്തിന്റെ മേഖലയിലോ ഇവയൊന്നും മാനുഷികമായിട്ട് നമുക്ക് സാധിക്കുകയല്ല. ക്രിസ്തുവിലേക്ക് കയറിക്കൊണ്ട് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ മുമ്പിലുള്ള പരിപൂർണമായ കീഴടങ്ങലാണ്. ആ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മാനുഷികമായ കുറെ പുണ്യങ്ങളോ, യേശു ക്രിസ്തു നമ്മിൽ വന്നു കഴിയുമ്പോൾ നമ്മളാണ് നന്മ ചെയ്യുന്നു, നമ്മൾ വിശുദ്ധരായി തീരുക. അതുകൊണ്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ പരിപൂർണമായി കീഴടങ്ങുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പഠിപ്പിക്കാൻ പറ്റണം. രണ്ട്, വീണ്ടും പറഞ്ഞതുപോലെ തന്നെ
ഇന്ന് വരെ ലോകത്തിൽ നടന്നിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളെ എടുത്തുകൊണ്ട് അതിൽ നോക്കിയാൽ ഏറിയ പങ്കും നല്ലൊരു ശതമാനവും വിശ്വാസികളാണ്. അതിൽ തന്നെ ക്രിസ്തു വിശ്വാസികളുടെയും യഹൂദരുടെയും സംഭാവനകൾ ഏറ്റവും മുൻപന്തിയിലാണ് എന്നുള്ള വസ്തുത പുതിയ തലമുറയോട് പറയണം. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെ കണ്ടുപിടുത്തങ്ങളിൽ നല്ലൊരു പങ്കും വിശ്വാസികളാണ് എന്നും, അതോടൊപ്പം തന്നെ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ ജാതിക്കും മതത്തിനും അതീതമായി ഭൂഖണ്ഡങ്ങൾ കടന്ന് പോയി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ യഥാർത്ഥ ദൈവവിശ്വാസികൾ കാണിക്കുന്ന ശുഷ്കാന്തി യുക്തിവാദികളോ വെറും ശാസ്ത്രജ്ഞരായി മാത്രം ജീവിക്കുന്നവരെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്കൂളുകളും കോളേജുകളും കാരുണ്യ സദനങ്ങളും ഒക്കെയായി ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് എവിടെയാണ്? ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് ശാസ്ത്രം അതിൽ തന്നെ ഒരിക്കലും പരിപൂർണമല്ല എന്നും അത് അപൂർണമാണെന്നും ശാസ്ത്രം ദൈവവിശ്വാസത്തിൽ നിന്ന് വേറിട്ട് നിന്നാൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമെന്നും പുതിയ തലമുറയെ നമുക്ക് കണക്കുകൾ നിരത്തിക്കൊണ്ടും ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ അടങ്ങുന്ന ഇറാനും പാകിസ്ഥാനും ഒക്കെ അടങ്ങുന്ന രാഷ്ട്രങ്ങളുടെ ഉദാഹരണങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് യഥാർത്ഥ ദൈവദർശനത്തിന്റെ, യഥാർത്ഥ മതവിശ്വാസത്തിന്റെ, യഥാർത്ഥ ദൈവവിശ്വാസത്തിന്റെ ആവശ്യകത എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാനും യുക്തിവാദവും ശാസ്ത്രവും ഒന്നല്ല രണ്ടാണെന്ന് പഠിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ യുക്തിവാദവും ശാസ്ത്രവും ഒന്നാണെന്ന് ഒരു ധാരണയിലേക്കാണ് യുവതലമുറ എത്തി നിൽക്കുന്നത്. ഒരിക്കലും ഒന്നല്ല എന്നും അടിവരയിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റണം. ശാസ്ത്രത്തെ ഏറ്റവും നല്ല രീതിയിൽ ജാതിക്കും മതത്തിനും രാഷ്ട്രത്തിന്റെയും അതിരുകൾ കടന്ന് എത്തിക്കുന്നതിൽ ദൈവവിശ്വാസികളാണ് എന്നും മുൻപിൽ നിൽക്കുന്നത് എന്നും പറയാൻ നമുക്ക് സാധിച്ചാൽ, സ്ഥാപിക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും അതോടൊപ്പം മതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത്, ഒരു മതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നമ്മളെ കർത്താവ് മനുഷ്യപുത്രനായി പിറന്ന് നമ്മളെ ദൈവപുത്രരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. അപ്പൊ മതത്തിലായിരിക്കുന്നത്, മതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ ദൈവിക മനുഷ്യരായി മാറുന്നതിന് വേണ്ടിയാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം അവൻ ദൈവ മക്കളാകാൻ കൃപ നൽകി എന്നുള്ള ആ പ്രബോധനം നമ്മൾ കൊടുക്കണം. അപ്പസ്തോല പ്രവർത്തികളിൽ കാണുന്ന അവരുടെ ഇടയിൽ ദരിദ്രരില്ലായിരുന്നു എന്ന് പറയുന്ന പങ്കുവെക്കലിലൂടെ ദാരിദ്ര്യം അകറ്റുന്ന ആ ക്രിസ്തു കേന്ദ്രീകൃതമായ അപ്പസ്തോലിക പ്രബോധനത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും കൂടുതൽ ഊന്നൽ കൊടുക്കുകയും ചെയ്യണം. 2-ാം അധ്യായത്തിലെ 2 കൊരിന്തോസ് 8-9 അധ്യായം നമുക്ക് കാണാൻ പറ്റും. തീത്തോസ് ഞങ്ങളോട് ചേർന്ന് നിങ്ങളുടെ ഇടയിൽ തുടങ്ങി വെച്ച പുണ്യപ്രവർത്തികളെ കുറിച്ച് പറയുന്നു. നമുക്ക് അന്ന് മുതൽ നോക്കുക, ക്രിസ്തു വിശ്വാസം പ്രകാശിതമായ അന്ന് മുതൽ കാരുണ്യ പ്രവർത്തികൾ കൊണ്ട്, കൂട്ടായ്മ കൊണ്ട് വളരെ മനോഹരമായ മനുഷ്യത്വവും മാനവികതയും ഇങ്ങനെ പ്രകടമായി നിൽക്കുന്ന ഒരു വിശ്വാസമാണ് ക്രിസ്തു വിശ്വാസമെന്നും, എന്നാൽ പിന്നീട് വന്ന വഴികളിൽ നമുക്കുണ്ടായ വീഴ്ചകളിലേക്ക് നോക്കി നമ്മൾ പരിതപിക്കാതെ നമുക്ക് തിരിച്ച് പരിശുദ്ധാത്മാവിനാൽ കേന്ദ്രീകൃതമായി അപ്പസ്തോലിക കാലഘട്ടത്തിലേതുപോലെ ക്രിസ്തു കേന്ദ്രീകൃതമായി നമുക്ക് മാറാൻ സാധിച്ചാൽ ക്രിസ്തു വിശ്വാസത്തിന്റെ അനന്യതയും യുക്തിവാദത്തിന്റെ തന്ത്രങ്ങളും തുറന്നു കാണിക്കുകയും ശാസ്ത്രവും ദൈവവും തമ്മിലുള്ള വേർപെടുത്തലുകൾ അപകടകരമാണെന്ന് പറയാനും സാധിച്ചാൽ ഒരു പരിധി വരെയെങ്കിലും ഇതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ വ്യക്തമാണ് ബ്രദർ. അതായത് ശാസ്ത്രം യുക്തിവാദമല്ല എന്നും, അതുപോലെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ഒരു വിളി കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രലോകത്തുള്ള പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ പോലും ദൈവവിശ്വാസികളായിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ യുവജനങ്ങളെ നമുക്ക് ഈ യുക്തിവാദത്തിന്റെ തന്ത്രങ്ങളിൽ നിന്നും നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമെന്ന് ബ്രദർ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. പ്രേക്ഷകരുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ബ്രദറിന് കൃത്യമായിട്ട് നൽകാൻ സാധിച്ചിട്ടുണ്ട്. വളരെ നന്ദി ബ്രദർ. ദൈവവിശ്വാസമാണോ ശാസ്ത്രത്തിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന പ്രേക്ഷകരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് കൂടിയായ M.M. ജെറാൾഡ് നമുക്ക് നൽകിയത്. ശാസ്ത്രം എന്ന് പറയുന്നത് യുക്തിവാദമല്ലെന്നും ദൈവവിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിലേക്കുള്ള ഒരു വിളിയാണെന്നും കൂടി നമ്മൾ അറിഞ്ഞു. ശാസ്ത്ര ലോകത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ എടുത്തു മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രഗത്ഭരായ ശാസ്ത്രജ്ഞർ പോലും ദൈവവിശ്വാസികളായിരുന്നു എന്നാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ശാസ്ത്രവും ദൈവവിശ്വാസവും ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ്. അത് പരസ്പര വിരുദ്ധമാണ് എന്ന് പറയുന്നത് യുക്തിവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ഒരു തന്ത്രമാണ്. ഇത് വളരെ വ്യക്തമായി എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി ഇതേ സമയം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് ബൈ.